Tulips, South India's largest beauty salon chain. Best service, lowest price. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് തുലിപ്സ് സ്പർശം. കടലോര മേഖലയിൽ പൊന്നാനി മാതൃക മത്സ്യഗ്രാമം, ഇതിന്റെ പേരെങ്ങനെയാണ് മാതൃക മത്സ്യഗ്രാമ പദ്ധതി. ആ പദ്ധതി പ്രകാരം 7.241 കോടി രൂപയുടെ ഒരു പ്രൊജക്ടുകൾ അംഗീകാരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് സെന്ററുകളൊക്കെ ഉണ്ട്. അവിടെ ആ പരിപാടി വന്നു കഴിഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കമ്മ്യൂണിറ്റി ഫെസിലിറ്റി സെന്റർ, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിന്റെ വീടുകൾ, മത്സ്യത്തിന്റെ നിർമ്മാണശാല, മത്സ്യത്തൊഴിലാളി വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സമഗ്ര വികസനത്തിനായുള്ള കേന്ദ്രം, അവിടെ ഒരു ലൈബ്രറി, ശോചനീയ അവസ്ഥയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം, മത്സ്യത്തൊഴിലാളികൾക്കുള്ള കോൾഡ് സ്റ്റോറേജ് സൗകര്യം ഫെസിലിറ്റീസ്, അതുപോലെ സീ ഫുഡ് കഫ്റ്റേരിയ ആൻഡ് ഫിഷ് പ്രൊഡക്ഷൻ ഔട്ട്ലെറ്റ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പ്രദേശത്ത് മത്സ്യ ഉൽപാദനം ലഭ്യത കൂട്ടുന്നതിനായി കൃത്രിമ പാരനിക്ഷേപം, മറ്റുള്ളവയ്ക്കായിട്ട് 83 ലക്ഷം. മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്താകെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് വൈകുന്നേരം ഇരിക്കാനും കുട്ടികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒരു കോംപ്രഹെൻസീവ് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പൊന്നാനി പ്രദേശത്ത് വരാൻ പോകുന്നത്, മത്സ്യഗ്രാമ പദ്ധതിക്ക്. അതിന് നമ്മളെ തെക്കേപ്പുറത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയി നോക്കിയിരുന്നു. അന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥലമെല്ലാം കണ്ട് സംസാരിച്ച് സ്ഥലമൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് വിവിധങ്ങളായ കുറച്ച് സ്ഥലങ്ങളിൽ ഇതേ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജില്ലക്കകത്ത് മറ്റൊന്ന് താങ്കൂരാണുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് വരുന്നതോടുകൂടി ആ പ്രദേശത്തിന്റെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വരും. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിറ്റി, അവിടെ സാമൂഹ്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സിന് അനുസൃതമായ പദ്ധതികളാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. ഇതിനനുബന്ധമായ ഒരു ഡെവലപ്മെന്റ്സും ചിലത് വരാൻ സാധ്യതയുണ്ട്. അത്രയും ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് ഇവിടെ രൂപം നൽകിയിരിച്ചത്. ഇതാണ് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, വളരെ വർഷങ്ങളായി ഉള്ളൊരു പ്രശ്നമായിരുന്നു. നമ്മുടെ പുതുപൊന്നാനിക്കകത്ത് മണ്ണിടിഞ്ഞ് അവിടെ ഈ പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ തോണി തകരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് വന്നത്. അതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനുള്ള പ്രൊജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. അവിടെ വലിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായി അവിടെ പുതുപൊന്നാനിയിലെ അഴിമുഖത്തുനിന്ന് മണൽ നീക്കം ചെയ്യുന്നതിന് 30 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റിന് അംഗീകാരത്തിന് ടെൻഡർ കഴിഞ്ഞു. ആ ടെൻഡർ കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ടെൻഡർ കിട്ടിയിരിക്കുകയാണ്. ടെൻഡറും കഴിഞ്ഞു. ടെൻഡർ പിന്നെ എന്താണ് പേര്, ഹസൻ അലി എന്നൊരാൾക്ക് ടെൻഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 2 പ്രൊജക്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ കോസ്റ്റൽ മേഖലയ്ക്ക് ഫിഷിംഗ് ഹാർബറിൽ വലിയ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കൊക്കെ തന്നെ വന്ന് അന്നുമാന്തിക്കൊക്കെ വന്ന് അവിടെ മണ്ണെടുക്കാനുള്ള ശ്രമങ്ങൾ, ഡ്രഡ്ജിങ്ങിന്റെ സൗകര്യങ്ങൾ, 43 കോടി പ്രൊജക്ട്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സമഗ്രമായ രൂപത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത് പൊന്നാനിയിലെ കടപ്പുറം.